തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പല കുതന്ത്രങ്ങളും സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒക്കെ തന്നെ സ്വീകരിക്കാറുണ്ട്. അത് പല തരത്തിലാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലെ അട്ടിമറിയാകാം, അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിൽ ഈ പറഞ്ഞ പോസ്റ്റൽ ബാലറ്റുകൾ, വീട്ടിൽ വോട്ട് അത് രേഖപ്പെടുത്തുമ്പോഴുള്ള അട്ടിമറിയാകാം. അങ്ങനെ പലതരത്തിൽ അട്ടിമറികൾ നടത്തുന്നു. വേണമെങ്കിൽ അപരന്മാരെ നിർത്തിപ്പോലും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള തന്ത്രം അതെല്ലാം നാം കാണുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് ചെന്നാൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ഇത്തരത്തിലുള്ള ചില അട്ടിമറികൾ നടന്നിരിക്കുന്നത്. അതിൽ LDFും UDFും ഭിന്നരല്ല. ഇത് കൃത്യമായി കണ്ടെത്താൻ ജനൻ ടിവിക്ക് കഴിഞ്ഞു. ആ വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുമ്പോഴാണ് ഏതു വിധേനയും ജയം സ്വന്തമാക്കാൻ ഇടതും വലുതും മത്സരിക്കുന്നത്. ഇരട്ട വോട്ട് വിവാദവും വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിക്കുന്നുവെന്ന ആരോപണവും ശരിവെക്കുന്നതാണ് തെളിവുകൾ. നോർത്ത് മണ്ഡലം മലാപ്പറമ്പ് EUP സ്കൂൾ 86-ാം നമ്പർ ബൂത്തിൽ വേണുഗോപാൽ എന്ന വ്യക്തി വ്യത്യസ്ത ക്രമനമ്പറിൽ 2 വോട്ടാണുള്ളത്. ഇതേ ബൂത്തിൽ ധനഞ്ജയൻ എന്ന ആൾക്കും 2 വോട്ടുണ്ട്. ക്രമനമ്പർ വ്യത്യസ്തവുമാണ്. ധനഞ്ജയന് 1280, 1266 ക്രമനമ്പറിലാണ് വോട്ടുകൾ. വേണുഗോപാൽ N എന്ന പേരിലും വേണുഗോപാൽ M എന്ന പേരിലും വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് ഒരാൾ തന്നെ. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഒരു ബൂത്തിൽ മാത്രമല്ല, നിരവധി ബൂത്തുകളിൽ കോഴിക്കോട് നിയോജകമണ്ഡലം, നോർത്ത് നിയോജകമണ്ഡലത്തിൻ്റെ നിരവധി ബൂത്തുകളിൽ ക്രമക്കേടുകൾ നടന്നതായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ കോഴിക്കോട് ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഉടനടി നടപടി എടുക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിഹാൽ M എന്ന പേരിൽ 1293 നമ്പറിൽ വോട്ടുള്ള 18-കാരന് വീട്ടു നമ്പർ 12240, 3320 ക്രമത്തിൽ 3 വോട്ടുകളാണുള്ളത്. ഇങ്ങനെ പലയിടത്തും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് തിരിമറി നടത്തുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് ജനാധിപത്യത്തെ പോലും അട്ടിമറിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അധികൃതർ കണ്ണടക്കുകയാണെന്ന വിമർശനവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.